ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ഇതുപോലെ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയ്ക്ക് സ്വാദാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും വളരെയധികം ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റിയ ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലില്ലാതെ ചിക്കൻ എടുത്തിട്ട് ഒരു 300 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് മിൻസ് ചെയ്തെടുക്കണം. ഞാനത് മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത cabbage വേണം. അതുപോലെ തന്നെ 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ സവാള പൊടിയായി ചോപ്പ് ചെയ്ത് അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മല്ലിയില വേണം. പിന്നെ കുറച്ച് ഗ്രീൻ അണിയൻ, അതായത് സ്പ്രിംഗ് അണിയൻ വേണം. പിന്നെ ഞാനിതിലേക്ക് ചേർക്കാനായിട്ട് ഒരു പീസ് സെല്ലറി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം പൊടിയായി ചോപ്പ് ചെയ്തെടുക്കണം. സെല്ലറി ചേർത്താൽ ഇതിന് നല്ല ടേസ്റ്റാണ്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം. പാൻ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർക്കുക. ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ചേർക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് എണ്ണയുമായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കുക. കുട്ടികൾക്കും കൂടി കഴിക്കാനായിട്ട് ഉദ്ദേശിച്ച് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് എരിവുള്ള സാധനങ്ങൾ ചേർത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് എരിവുള്ള ഐറ്റംസ് ചേർക്കാവുന്നതാണ്. ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസ് ചേർക്കുക. അതിനുശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. സോസൊക്കെ നന്നായിട്ട് ചൂടായി നല്ല മണം വരുന്ന സമയം വരെ വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ സവാളയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഒരു മിനിറ്റിന് ശേഷം ഇതിലേക്ക് 3 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ചേർക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി സോസും ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഗ്രീൻ ചില്ലി സോസാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്രീൻ ചില്ലി സോസും ഈ സവാളയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവിയിൽ കിടന്ന് ചിക്കൻ നന്നായിട്ടൊന്ന് കുക്കാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ചിക്കനിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങി വരികയും നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ചിക്കനിൽ കട്ട കെട്ടാതിരിക്കാനായിട്ട് നമ്മൾ ആ ഭാഗമൊക്കെ ഒന്ന് ഈ സ്പൂൺ കൊണ്ടൊന്ന് കുത്തി പൊടിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചെടുക്കുന്ന ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ സോസൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഉപ്പ് ഇതിൽ ആവശ്യത്തിനുണ്ടാവും. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം തിളപ്പിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 4
നൂഡിൽസ് കേക്കാണ് ചേർക്കുന്നത്. അതിന് ഞാനിപ്പോൾ 4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. നമ്മളിതിലേക്ക് നൂഡിൽസിൻ്റെ ടേസ്റ്റ് മേക്കറൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മളിത് സാധാരണ നമ്മളുടെ കയ്യിലുള്ള ടേസ്റ്റ് മേക്കർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഗരം മസാലയും പെപ്പർ പൗഡറും. അത് നമ്മൾക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ നൂഡിൽസൊക്കെ നന്നായിട്ട് വേകുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇപ്പോൾ കുറച്ച് വെള്ളം പോരാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഡ്രൈ ആയ ടൈപ്പിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് ലൂസായ തരത്തിൽ വേണമെങ്കിൽ ഒരു 6 കപ്പ് വെള്ളം വരെ ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലയാണ് ഇപ്പോൾ തൂവി കൊടുത്തത്. എന്നിട്ട് ഇതൊന്ന് ഈ നൂഡിൽസുമായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഗ്രീൻസ് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മളുടെ ഗ്രീൻ അണിയൻ അത് ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കോറിയാൻഡർ ലീവ്സ് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ സെല്ലറി ചേർത്ത് കൊടുക്കാം. സെല്ലറി കടകളിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഞാനിത് ഓപ്ഷണലാണെന്ന് പറഞ്ഞത്. ഇത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സെല്ലറി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ തൂവി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ നൂഡിൽസ് വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ചിക്കൻ ഇതുപോലെ ചെയ്താൽ വളരെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അധികം സ്പൈസി അല്ലാത്തൊരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി സോസും അതുപോലെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല സ്പൈസി ആകും, കാണാനും അട്രാക്റ്റീവ് ആകും, നല്ല റെഡ് കളറിലിരിക്കും. ഇപ്പം ഞാനിത് വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയിൽ കാണാം. താങ്ക് യു.